ഒരു 6 മാസം മുൻപ് വരെ പിൻവാതിൽ നിയമനത്തെയൊക്കെ തന്നെ വലിയ തോതിൽ വിമർശിച്ചിരുന്ന ഒരാളാണ് ഈശ്വരൻ. ഇതൊരു പിൻവാതിൽ നിയമനമല്ല എന്ന് കോൺഗ്രസ്സുകാരെങ്കിലും ബോധ്യപ്പെടുത്താൻ എന്താണ് പറയുന്നത്? അത് ശരി. അപ്പോൾ അങ്ങനെയും അതിനൊരു അലിഗേഷൻ ഉണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ മനസ്സിലാക്കുന്നത് സർക്കാർ നിശ്ചയിച്ച ഒരു പ്രതിഫലം എന്നാണ് ഞാനത് മനസ്സിലാക്കുന്നത്. ഞാൻ ആ പ്രതിഫലം കണ്ട് ഈ അസൈൻമെൻറ്റ് ഏറ്റെടുത്ത ഒരാളല്ല എന്ന് എൻ്റെ പാസ്റ്റ് ട്രാക്ക് റെക്കോർഡുകൾ അറിയുന്ന ആളുകൾക്കെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. സിവിൽ സർവീസ് 9 വർഷം മുന്നേ ഉപേക്ഷിക്കുന്ന സമയത്തും മാന്യമായൊരു ശമ്പളം സ്വീകരിച്ചിരുന്ന ഒരാളാണ്. ജീവിക്കാനുള്ള ഒരു ശമ്പളം കൈപ്പറ്റുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് 80,000 രൂപയെ പർവ്വതീകരിച്ച് കാണുന്നതിനോ കാണിക്കുന്നതിനോ പുറകിലുള്ള അജണ്ട സർക്കാരിൻ്റെ ഈ ഉദ്യമത്തെ വില കുറച്ച് കാണിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അക്കോമഡേഷന് വേണ്ടി ബോർഡ് കോർപ്പറേഷനുകളെ മാറ്റുന്ന കാലം ഉണ്ടായിരുന്നു, പണ്ട് കാലത്ത് വീതം വെച്ചിരുന്ന കാലമുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇടതുപക്ഷത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ അങ്ങനെയല്ല. അർഹിക്കപ്പെടുന്നവരാണ് അതിലേക്ക് എത്തുന്നത്, അവർ തന്നെയാണ് അതിനെ പരിഷ്കരിക്കുന്നത്, മാറ്റിയെടുക്കുന്നത്. അതുപോലെയാണ് ഞാൻ ഇതിനെയും കാണുന്നത്.